of God. God through evangelist Shaji Joseph. ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ സാധാരണ വിശ്വാസികൾ രോഗികളെ സൗഖ്യമാക്കും. ഈ സമയത്ത് ശരീരത്തിൽ വേദനകളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാട്ടെ. ശരീരത്തിൽ വേദനകളുള്ളവർ ആമേൻ കൈവയ്ക്ക്. ശരീരത്തിൽ വേദന ഉള്ളവർ എഴുന്നേറ്റവർ ഈ സ്റ്റേജിലേക്ക് വന്നാട്ടോ. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 17-ാം വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ അവർ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവർ കൈവച്ചാൽ സൗഖ്യം വരും. ദൈവം പറഞ്ഞ ഈ വാക്കിന് ആമേൻ പറയാൻ എത്ര പേര് തയ്യാറുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ആമേൻ പറഞ്ഞവർക്ക് ആമേൻ വാഗൊണ്ടല്ല പ്രാവർത്തിക തലത്തിൽ കാണിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഓരോരുത്തരുടെയും പുറകിൽ നിൽക്കുക. ആമേൻ. ഓരോരുത്തരുടെയും പുറകിൽ നിന്നിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പുറകിൽ വന്ന് നിൽക്കുന്നവര് മുൻപിൽ നിൽക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമുള്ളവരാകുമെന്ന്. കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ മണ്ഡലത്തിൽ നിൽക്കണം. ഹൃദയത്തിൽ നമ്മളുടെ മണ്ഡലം ദൈവരാജ്യമാണ്. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക അവരുടെ വിഷയം എന്താണെന്ന്. ആ തോളിൽ കൈവയ്ക്കണം. നടുവിലാണെങ്കിൽ നടുവിൽ കൈവയ്ക്കണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് തോളിനോടല്ല, നടുവിനോടല്ല, പകരം അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന 6th കിങ്ഡത്തിലെ ആ വേദനയുടെ ഫോഴ്സിനോട് സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. ഇവിടത്തെ ചെക്ക് ചെയ്തോ എന്തായിരുന്നു വിഷയം? സ്തോത്രം ചെയ്യാൻ കൈ ശരിക്കും പൊക്കാൻ പറ്റില്ലായിരുന്നു. കൈ ശരിക്കും പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. അല്ല, ഈ ഉടത്തിന് നല്ല വേദന. രാത്രി ഒന്നും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കിടക്കാൻ പാടില്ലായിരുന്നു. രാത്രി പോലും കൈ വെച്ച് കിടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. സൗഖ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോഴും എനിക്ക് ഇങ്ങനെ കൈ ഇത്രയൊക്കെ പൊക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കുമായിരുന്നു ധൈര്യത്തിന്, വേദന എടുത്തുകൊണ്ട് തന്നെ. കാരണം ആലോചന പറയാനായിട്ട് എന്റെ സൗഖ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പൊക്കുമായിരുന്നു. ഇപ്പൊ സൗഖ്യമായിട്ടില്ല. ഇപ്പൊ സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥിച്ചപ്പോ പേരിന് എവിടെ എന്തെങ്കിലും തോന്നിയോ? പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒന്നും തോന്നിയില്ല. എനിക്ക് വേദന മാറുന്ന ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു. എന്റെ സൗഖ്യമാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. കർത്താവ് സൗഖ്യമാക്കി. സൗഖ്യമായി. കർത്താവ് സഹോദരനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കർത്താവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ കർത്താവിന് മഹത്വപ്പെട്ട കൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നോക്കി. ഇനി എന്തെങ്കിലും വേദനകളുണ്ടോ? ഒരു വേദനയില്ല. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. അപ്പൊ ഇതാണ് രോഗി, ഇതാണ് കർത്താവ് ഉപയോഗിച്ച ഡോക്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഇവരെല്ലാം സാധാരണ മനുഷ്യരാ, പക്ഷെ ഇദ്ദേഹം ഒരു ഡോക്ടറും കൂടെയാ. മനസ്സിലായോ? ഒരു ഹോമിയോ ഡോക്ടറാ. ഇദ്ദേഹത്തിന് ഒരു പുതിയ രീതിയിലുള്ള സൗഖ്യമുറയും കൂടി കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ 5ലെ സൗഖ്യമുറയായിരുന്നു, ഇപ്പൊ 7ലെയും കൂടി കിട്ടി. ആമേൻ. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താൽ. അടുത്ത ശുശ്രൂഷ ജൂലൈ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ തിരുവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവവും ഞങ്ങൾക്ക് സാവകാശമായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഈ പ്രോഗ്രാം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുവാനായിട്ട് ഇടയാകും. ഇന്ന് പതിവ് പോലെ കർത്താവദാസൻ ഷാജി സുന്ദരൻ നമ്മളോട് കൂടെ സ്റ്റുഡിയോയിൽ ആയിരിക്കുന്നു. ജനത്തിന്റെ ചോദ്യവുമായി, ദൈവ ഇഷ്ടം ജനത്തിനെ കൊണ്ട് ചെയ്യിക്കുവാൻ തക്കവണ്ണമുള്ള ചോദ്യങ്ങളുമായി. എന്തുകൊണ്ടാണ് ദൈവ ഇഷ്ടത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ, കേൾക്കുന്നവരല്ല ചെയ്യുന്നവരത്രേ. കേട്ടവർക്ക് ചെയ്യാം, ചെയ്യുന്നവരത്രേ ദൈവരാജ്യം അവകാശമാക്കുന്നത്. അങ്ങനെ നിങ്ങളും ഞങ്ങളും അങ്ങനെ ആയിത്തീരണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ ദൈവ ഇഷ്ടത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. ആമേൻ. ഇന്ന് ജനത്തിന്റെ ഏത് ചോദ്യം ചോദിക്കുവാനാണ് പ്രിയ വിവാസ് ഷാജി സുന്ദരൻ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, മാർത്തയെക്കുറിച്ചും മറിയയെക്കുറിച്ചും നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു മാർത്തയോട് പറഞ്ഞത് ചെയ്തതെല്ലാം അപകരിക്കപ്പെടുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊന്നും അപഹരിക്കപ്പെടുകയില്ല, എന്നാൽ മനുഷ്യനിൽ നിന്ന് ജനിക്കുന്നതെല്ലാം അപഹരിക്കപ്പെടും, അത് നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കി. എന്നാൽ കഴിഞ്ഞ ആഴ്ച അവസാനമായിട്ട് നാം ഒരു ചോദ്യം ചോദിച്ച് നിർത്തിയായിരുന്നു, അതിന് ആൻസർ പറഞ്ഞിട്ടില്ലായിരുന്നു.
ആ ചോദ്യം ഇപ്രകാരമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെയുള്ള ആ ചോദ്യങ്ങൾ വരുന്ന ആ ഭാഗത്ത് ആ കർത്താവ് ആ ന്യായാസനത്തിന് മുമ്പാകെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ദാസന്മാർ കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. അപ്പോൾ കർത്താവോട് അവരോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുകയില്ല, എന്നെ വിട്ടു പോകുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവർ ഈ ഭൂതങ്ങളെ പുറത്താക്കിയതും രോഗികളെ സൗഖ്യമാക്കിയതും പ്രവചിച്ചതുമെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തത്. ആ പ്രവൃത്തികളെല്ലാം ദൈവത്തിൽ നിന്നാണല്ലോ ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് അവരോട് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയാനുള്ള കാരണം? പ്രൈസ് ഗോഡ്. പ്രിയരെ, അപഹരിക്കപ്പെടുന്ന ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ ട്രെയിനിങ്ങിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷകൾ അപഹരിക്കപ്പെടുന്നു. പല മിനിസ്ട്രികൾ ചെയ്തതിന് ശേഷം അത് അപഹരിക്കപ്പെടുന്നു. ഇവിടെ ഒരു കൂട്ടം ദൈവദാസന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ആ ദൈവദാസന്മാർ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പ്രവചിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പല പല അനുഗ്രഹീത ശുശ്രൂഷകളും ആ ദൈവദാസന്മാരിലൂടെ നടക്കപ്പെടുവാനിടയായി. പക്ഷെ അതിനുശേഷം ആ ദൈവദാസന്മാർ ദൈവിക ആ യേശുവിന്റെ ആ ന്യായവിധി അല്ലെങ്കിൽ ന്യായാസനത്തിന്റെ ആ അടുക്കൽ വന്നപ്പോൾ അവർ തള്ളപ്പെട്ടു പോയി, അവരുടെ പ്രവൃത്തിയും തള്ളപ്പെട്ടു പോയി. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുക. വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം പ്രവർത്തിച്ചിട്ട് ഇന്ന് എന്നെ കാണുന്ന ദേവദാസന്മാർ, ദാസിമാർ വളരെ ശക്തമായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവസാനം കർത്താവ് പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുകയില്ല. ആമേൻ. പക്ഷേ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ അധികം പ്രവചിച്ചവരും രോഗികളെ സൗഖ്യമാക്കിയവരും ഭൂതങ്ങളെ പുറത്താക്കിയവരോടും ആണ് കർത്താവ് ഇത് പറഞ്ഞതെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമുക്കുള്ള സമയം. ഈ സമയം നമ്മൾ വചനം കേട്ട് വേണ്ട മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ നമുക്കും നല്ലത്. കർത്താവ് വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ പറഞ്ഞു, ഈ ലോകത്തിന് നീ അനുരൂപമാകരുത്. കൃപയാൽ പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം ദീർഘത്തിലെ ദൈവം നമ്മുടെ കയ്യിൽ തന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ ഒരു വേദപുസ്തകം ആയിരിക്കത്തില്ല, 5-6 വേദപുസ്തകം ഉണ്ടാകാം. പക്ഷെ 6 വേദപുസ്തകം ഉണ്ടായില്ലേലും കുഴപ്പമില്ല, ഒരെണ്ണം മതി. അത് നിങ്ങളുടെ അകത്തുണ്ടായാൽ മതി. ഈ വചനത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം. ഇന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ, അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവരുടേതായ അൾട്ടിമേറ്റ് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ. അതിലേക്ക് ജനം പ്രവർത്തിക്കുന്നില്ല. അവരുടെ ചിന്ത ഒന്ന് സഭയിൽ കയറിയാൽ, രക്ഷിക്കപ്പെട്ടൊന്ന് സഭയിൽ കയറിയാൽ കാര്യം റെഡിയായെന്നാണ്. കർത്താവ് അങ്ങനെ പറയുന്നില്ല. നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ കർത്താവ് പറയുന്നില്ല എല്ലാം ശരിയായെന്ന്. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ് മത്തായി 18-ാം അധ്യായത്തിൽ. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാര് കുറെ തർക്കങ്ങളൊക്കെ ആയിട്ട് നടക്കുക. ഈ തർക്കത്തിന്റെ ഇടയിൽ അവര് ഒരു വിഷയം, സ്വർഗരാജ്യത്തിലെ വലിയവനാരാ എന്ന വിഷയം. കർത്താവ് തൻ്റെ പുറകെ നടക്കുന്ന, തൻ്റെ കൂടെ നടക്കുന്ന, തന്നെ അംഗീകരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഒരു ശിശുവിനെയും വിളിച്ച് അവരുടെ മുമ്പ് നിർത്തി. എന്നിട്ട് പറയുകയാണ്, ഒരു ശിശുവിനെ പോലെ നിങ്ങളെന്ന് വെച്ചാൽ ആരാ? ശിഷ്യന്മാർ. അത്ഭുതം ചെയ്യുന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്നവർ, പ്രവചിക്കുന്നവർ ശിഷ്യന്മാർ. നിങ്ങൾ ശിശുവിനെ പോലെ തിരിഞ്ഞു വന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. സ്വർഗരാജ്യത്തിലെ വലിയവനൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നീ സ്വർഗരാജ്യം അവകാശമാക്കണ്ടേ. അപ്പൊ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ഭൂതങ്ങളെ പുറത്താക്കുന്നവരോട് യേശു പറയുകയാണ്, രോഗികളെ സൗഖ്യമാക്കുന്നവരോട് യേശു പറയുകയാണ്, പ്രവചിക്കുന്നവരോട് യേശു പറയുകയാണ്,
നിങ്ങളുടെ ശിഷ്യന്മാരൊക്കെയാ, സംഭവം ശരിയാ, രോഗികളെ സൗഖ്യമാക്കുന്നവരും ഭൂതങ്ങളെ പുറത്താക്കുന്നവരും പ്രവചിക്കുന്നവരും ഒക്കെ ആയിരിക്കാം, സംഭവം ശരിയാ. പക്ഷെ നിങ്ങൾക്കൊരു തിരിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗരാജ്യ അവകാശമാകത്തുള്ളൂ. നിങ്ങൾക്കൊരു തിരിവ് വേണം. പ്രിയരെ, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തിലുള്ള ഇത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു ഒരു സത്യം ചെയ്യുകയാണ്. ആമേൻ. യേശു സത്യം ചെയ്യുന്നു. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മയാണോ സത്യം, അപ്പനാണോ സത്യം. പക്ഷെ ഇവിടെ യേശു സത്യം ചെയ്യുകയാണ്. യേശു സത്യം ചെയ്തിട്ട് പറയുകയാണ്, എന്റെ പിന്നാലെ നടക്കുന്ന ശിശുന്മാരൊക്കെയാ, ശുശ്രൂഷകൾ ചെയ്യുന്നവരാ, രോഗിയെ സൗഖ്യമാക്കുന്നവരാ, ഭൂതങ്ങളെ പുറത്താക്കുക, എല്ലാം ശരിയാ. പക്ഷെ നിങ്ങൾ തിരിഞ്ഞ്, ഇപ്പൊ ശിഷ്യന്മാർക്ക് എന്നാ വേണം? ഒരു തിരിവ് വേണം. വചനം പ്രസംഗിക്കുന്നവർക്ക് എന്നാ വേണം? മനം തിരിവ് വേണം. ശുശ്രൂഷിക്കുന്നവർക്ക് എന്നാ വേണം? പ്രവചിക്കുന്നവർക്ക് എന്നാ വേണം? ഒരു തിരിവ് വേണം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിലെ വലിയവൻ വേറെ, പക്ഷെ ദൈവരാജ്യത്തിൽ നിങ്ങൾ കടക്കത്തില്ല. ഈ ദൈവദാസന്മാർക്ക് മത്തായിയുടെ 7-ാം അധ്യായം 22 മുതലുള്ള നമ്മൾ കാണുന്ന ദൈവദാസന്മാർ യേശുവിന്റെ അടുത്ത് ലിസ്റ്റ് നിരത്തിയവർക്കും പറ്റിയത് ഇത് തന്നെയാണ്. അവിടെ ഒരു ചോദ്യം ഇപ്രകാരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരമുള്ള ഒരു മനം തിരിയാത്ത ഈ ദൈവദാസന്മാരുടെ മേൽ ദൈവശക്തി എങ്ങനെ വ്യാപരിക്കുന്നുണ്ട്? അവർ പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവർക്ക് ഈ ഒരു മനം തിരിവ് അവിടെ ഭാഗത്ത് ഉണ്ടായില്ല എങ്കിൽ എങ്ങനെ അവരിൽ കൂടെ ഈ ദൈവശക്തി വ്യാപരിക്കുന്നു? ഇന്ന് മനംതിരിവ് ഉള്ള ദൈവദാസന്മാരെ, വ്യക്തികളെ മാത്രം ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ ഒഴിച്ച ഒരുവനെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുകയില്ലായിരുന്നു. ആമേൻ. എല്ലാ മനുഷ്യരിലും കുറവുണ്ട്. അതെ, കുറവില്ലാത്ത ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ, ദൈവം മനുഷ്യനായി ജനിച്ച യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ പിതാവിന് ഒരേ ഒരാളെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളായിരുന്നു. ആമേൻ. നിങ്ങൾ എന്തെങ്കിലും പൗലോസൊക്കെ ദൈവം ഉപയോഗിച്ചാൽ അവർക്കൊന്നും കുറവില്ലല്ലോ എന്ന്. ആരാ പറഞ്ഞു കുറവില്ല എന്ന്? ആമേൻ. റോമാലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് നെടുമ്പാട് വീണ് കരയുന്ന രംഗം കാണാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. കാരണം എന്താ പൗലോസേ? നീ 13 ലേഖനം എഴുതിയതല്ലേ? നീ അതിശ്രേഷ്ഠ അപ്പസ്തോലനല്ലേ? പൗലോസ് പറയും, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തിന്മ വസിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എന്റെ ജഡത്തിൽ തിന്മ വസിക്കുന്നു, പാപം വസിക്കുന്നു. അപ്പോൾ ചോദ്യത്തിനുള്ള മറുപടിയാണ്, കുറവുകളുള്ള മനുഷ്യരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു? ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ വർഷിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. കർത്താവ് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുണ്ടായി, ഉന്നതത്തിൽ ശക്തി പ്രാപിക്കുന്നത് വരെ. അതായത് ഈ കുറവുകളുള്ള ഈ കൂട്ടത്തോടെ ഈ പറയണേ, താൻ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടും അവന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സിലാതെ മീൻ പിടിക്കാൻ പോയ കൂട്ടരോടെ ഈ പറയുന്നേ. നിങ്ങൾ അങ്ങനെ പോയതാ, ഇനി ഞാൻ നിങ്ങളെ വരെ പ്രവർത്തിക്കത്തില്ലെന്നല്ല പറഞ്ഞേ. ഉന്നത ശക്തി ലഭിക്കുന്നത് വരെ യെരൂശലേം വിട്ട് വാങ്ങിപ്പോലെ കാത്തിരിപ്പിൻ. എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവിനെ കാത്തിരിപ്പിൻ. അങ്ങനെ അവർ പെന്തക്കോസ്ത് നാളിൽ അവർ കാത്തിരുന്നു. അപ്പോഴാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന്, ആത്മാവ് കടന്നു വന്നപ്പോൾ അവർ ശക്തിപ്പെട്ടു. ശക്തിപ്പെട്ട എന്ത് സംഭവിക്കും? ശക്തിപ്പെട്ടാൽ നിങ്ങൾ ജെറുസലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തിന്റെ അതിർത്തി വരെ എന്റെ സാക്ഷികളാവും. എങ്ങനെ? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ പ്രവഹിക്കും, നിങ്ങളുടെ രോഗികൾ സൗഖ്യമാകും, നിങ്ങളുടെ ഭൂതങ്ങൾ പുറത്താകും, നിങ്ങൾ പ്രവചിക്കും, പല പല കാര്യങ്ങൾ നിങ്ങളിലൂടെ നടക്കപ്പെടുവാനിടയാകും. ഇത് നിങ്ങളുടെ വിശുദ്ധി കൊണ്ടല്ല സംഭവിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങളെ സ്വർഗരാജ്യ അവകാശമാക്കാൻ യോഗ്യതയുള്ളവനാക്കത്തില്ല. ഇത് നിങ്ങളെ മിനിസ്റ്റർ ചെയ്യാനുള്ള ശക്തിയുള്ളവരാക്കും. സ്വർഗരാജ്യ അവകാശമാകണമെങ്കിൽ നീ ശിശുവിനെ പോലെ തിരിഞ്ഞു വരണമെന്നേ. മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ നീ ദൈവശക്തി പ്രാപിച്ചാൽ മതി.
സ്വർഗരാജ്യ അവകാശമാക്കണമെങ്കിൽ നീ തിരിഞ്ഞു വരണം. ശിഷ്യന്മാരെ, നിങ്ങൾ ഈ ശിശുവിനെ പോലെ തിരിഞ്ഞു വന്നില്ല എങ്കിൽ സ്വർഗരാജ്യ അവകാശമാക്കത്തില്ല. പ്രിയരെ, ശ്രദ്ധയോടെ കേൾക്കുക. യേശുവിന്റെ വാക്കുകളായി പറയുന്നത്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയല്ലേ? ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്ന ഒരു ദൈവം സത്യമാണ്. ദൈവം മാത്രമാ സത്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തകത്തിലൂടെ അത് മനസ്സിലാക്കുക. ഈ നാളുകളിൽ മിനിസ്ട്രി ആവശ്യമാണ്. ലോകത്തിലുള്ളവരെ, ഭൂമിയിലുള്ളവരെ സഭയോട് ചേർക്കാൻ മിനിസ്ട്രി ആവശ്യമാണ്. എന്നാൽ ഈ സഭയിലുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് ചേർക്കണ്ടേ? അതിന് മിനിസ്ട്രി ആവശ്യമാണ്. ഈ മിനിസ്ട്രിയെ കുറിച്ച് ഇന്ന് സഭയ്ക്ക് അധികം പേർക്കും അറിഞ്ഞുകൂടാ. 3 തലമുണ്ട്: ഭൂമി, സഭ, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. ഈ 3 തലമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തോളം വായിക്കുമ്പോൾ അവിടെ ഈ 3 തലമുണ്ട്: സ്വർഗരാജ്യം, ഏദൻ, ഭൂമി. മനുഷ്യന് ഈ 3 തലങ്ങളുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. ഇന്ന് 3 തലങ്ങളുണ്ട്: സ്വർഗരാജ്യം, സഭ, ഭൂമി. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ലോകം. ഈ ലോകത്തിൽ നിന്നാണ് നമ്മളെ സുവിശേഷം അറിയിച്ച്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സുവിശേഷം അറിയിച്ച് ഈ ലോകത്തിൽ നിന്നാണ് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. എങ്ങോട്ട്? സഭയിലേക്ക്. രക്ഷിക്കപ്പെട്ടവരെ ഞാൻ ദൈവരാജ്യത്തിൽ അവകാശമാക്കിച്ചെന്നല്ല പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അപ്പൊ ലോകത്തിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, സഭയോട് ചേർത്തിരിക്കുകയാണ്. ഇനി ആ സഭയിൽ നിന്ന് നീ ദൈവരാജ്യം അവകാശമാക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സഭയിലുള്ളവർ എന്തിനാ ഈ ദൈവരാജ്യം അവകാശമാക്കണ്ടേ? കൊറിന്ത്യർ ലേഖനം 6-ാം അധ്യായവും ഗലാത്യ ലേഖനം 5-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ സഭയിലുള്ളവരോടാ കൊറിന്ത്യർ ലേഖനവും ഗലാത്യ ലേഖനമൊക്കെ എഴുതിയിരിക്കുന്നത്. ആ സഭയിലുള്ളവരോട് പറയുക, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഗലാത്യ ലേഖനത്തിൽ പറയുക, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. കൊറിന്ത്യർ ലേഖനത്തിൽ പറയാം, നിങ്ങൾ സഭയിലുള്ളവരെ നിങ്ങൾ അനീതി ചെയ്യുന്നവനാണെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ പ്രിയരെ, നാം ഇത് മനസ്സിലാക്കണം. ഈ 3 തലം മനസ്സിലാക്കണം. ഈ 3 തലം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കുവാനായിട്ട്. കടന്നു വന്നാട്ടെ മത്തായിയുടെ സുവിശേഷം 16-18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ് പത്രോസിനോട്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ കർത്താവ് എന്താ പണിയാൻ പോണേ? സഭയെ പണിയും. തുടർന്ന് പറയുകയാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞ സഭ എന്ന് പറയണം. ഇപ്പൊ ഒന്ന് വായിനോട് പറഞ്ഞ സഭ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇനി 2 കാര്യങ്ങൾ കർത്താവ് അവിടെ പറയാൻ പോവുക. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ സഭ മാത്രമല്ല, വേറെ എന്തും കൂടിയുണ്ട്? സ്വർഗരാജ്യമുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോലും ഉണ്ട്. അപ്പോൾ ഞാൻ സഭയെ പണിയാൻ പോവുകയാണ്, സ്വർഗരാജ്യമുണ്ട്. എന്നിട്ട് പിന്നെ പറയുകയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതല്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ സഭ മാത്രമല്ല, സ്വർഗരാജ്യമുണ്ട്, പിന്നെ പറയാം ഭൂമിയുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതല്ല. ഒരു ഭാഗം ഭൂമി, സഭ, സ്വർഗരാജ്യം. അപ്പോ 3 കൂടി ലിങ്ക് ചെയ്യാ കർത്താവ്. ഞാൻ ഈ പാറമേൽ സഭയെ പണിയും. പാറ എന്ന് വെച്ചാൽ മറ്റാരുമല്ല, യേശുക്രിസ്തു എന്ന അടിസ്ഥാന കല്ല. യേശു രാജാവാകുന്നു. ആ യേശു ക്രിസ്തുവിൽ സഭയെ പണിയുക. എന്നിട്ട് പറയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതല്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതല്ല സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്നെ തന്നിരിക്കുക. അപ്പൊ ഈ 3 ലിങ്കുകൾ നമ്മൾ മനസ്സിലാക്കണം. സ്വർഗരാജ്യം, സഭ, ഭൂമി. ഈ ലോകമാകുന്ന ഈ ഭൂമിയിൽ നിന്നാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം വഴി
അത്ഭുതങ്ങൾ വഴി, അടയാളങ്ങൾ വഴി നമ്മൾ ഓരോരുത്തരെയും എങ്ങോട്ട് കൊണ്ടുവന്നത്? സഭയിലോട്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അവസാന വാക്യം പറയാണ്, രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആമേൻ. ആമേൻ. അവരെ സ്വർഗരാജ്യം അവകാശമാക്കിപ്പിക്കുകയല്ല ചെയ്തത്, അതെ. ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇനി സഭയിൽ നിന്ന് വേണം ദൈവരാജ്യം അവകാശമാക്കുവാൻ. ആമേൻ. സഭ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിക്രൂട്ട്മെന്റ് സെന്റർ ആമേൻ. ഇൻടു ദ കിങ്ഡം ഓഫ് ഗാഡ്. പ്രൈസ് ഗോഡ്. ദൈവരാജ്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സെന്ററാണ്. ആമേൻ. അപ്പോ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്ന ഇന്റർവ്യൂ ഹോള് പോലെയായി സഭ. ലോകത്ത് നിന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുക, അതിന് വിളിക്കപ്പെട്ട അനേകരാ. അതെ. ഇനി ആ സഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണം. ആമേൻ. അവർ ചുരുക്കുക. പ്രൈസ് ഗോഡ്. അപ്പോ ഈ ദൈവദാസന്മാർ, ഈ പറഞ്ഞ ദൈവദാസന്മാർ, അവർ വിളിക്കപ്പെട്ടവരാ. അതെ. ആ വിളിക്കപ്പെട്ടവർക്ക് ഒരു വിളിയുണ്ട്. എന്താണ് വിളി? നിങ്ങൾ ലോകത്ത് പോയി ദൈവവചനം പ്രസംഗിക്കണം, യേശുവിന്റെ സുവിശേഷം അറിയിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം, അടയാളങ്ങൾ ചെയ്യണം. അതിനുള്ള ശക്തിയാണ് നിങ്ങൾക്ക് തരിക. എന്നിട്ട് നിങ്ങൾ ജനത്തെ സഭയിൽ കൊണ്ടുവരണം. ആമേൻ. ഈ സഭയിൽ കൊണ്ടുവന്നാൽ ഇനി അടുത്തൊരു പരിപാടി കൂടി ഉണ്ട് നിങ്ങൾക്ക്. ഇവിടെ നിന്നാൽ പോരാ, ഈ ജനത്തെ നിങ്ങൾ ഒരുക്കണം, നിങ്ങളും ഒരുങ്ങണം. ആമേൻ. നിങ്ങളും ഒരുങ്ങണം, ദൈവദാസ നിങ്ങളും ഒരുങ്ങണം, നിങ്ങൾ കൊണ്ടുവന്ന ജനത്തെയും ഒരുക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. ശിഷ്യന്മാരെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. ആമേൻ. പ്രിയരെ, 2 ശുശ്രൂഷ സഭ ഇന്ന് ചെയ്യണം. പക്ഷെ ഇന്ന് കൂടുതൽ മേഖലയിൽ സഭ ഒരു ശുശ്രൂഷയെ ചെയ്യുന്നുള്ളൂ. ചുരുക്കം ചില ദേവദാസന്മാർ, ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ ഈ 2 ശുശ്രൂഷകൾ ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന ലോകത്തിൽ നിന്ന് വേർതിരിച്ചു സഭയിൽ നിർത്തി. ആമേൻ. സഭയ്ക്ക് ഒരു സൈഡിൽ ലോകം, മറു സൈഡിൽ സ്വർഗരാജ്യം. അതെ. നമ്മൾക്ക് ജോലി ഇരിക്കുന്നത് ലോകത്തിലാണ്. നമ്മൾ പ്രാപിക്കേണ്ടത് സ്വർഗരാജ്യത്തിൽ നിന്നാണ്. ആമേൻ. തുടർന്ന് നാം ലോകത്തിൽ ജോലി ചെയ്യണം. ഈ സമയത്ത് 2 ശുശ്രൂഷകളാണ് സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പിശാചിന്റെ കീഴിലാണ് ഈ ലോകമായിരിക്കുന്നത്. അതുകൊണ്ട് പിശാച്, ദൈവവചനം പറയുന്നു, ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ആമേൻ. ദുഷ്ടമനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. 2 തിമോത്തിയുടെ 3:12 മുതലുള്ള വാക്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. തുടർന്ന് പ്രിയരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെ പല രീതിയിലും പല ഉപദ്രവങ്ങളും വിഷയങ്ങളും ഉള്ളത് കൊണ്ട് ഈ ജനം സഭയിൽ വരുമ്പോൾ സഭയിൽ ആദ്യം ഇവരെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷ വേണം. ആമേൻ. ഒരുപക്ഷെ അവർ രോഗികളായിത്തീരും, ഒരുപക്ഷെ അവർ കടബാധിതരായിത്തീരും, ഒരുപക്ഷെ തങ്ങളുടേതായ ആ മിസ്മാനേജ്മെന്റ് കൊണ്ട് അവർ കടബാധിതരായിത്തീരും. മറ്റു പല രീതിയിലും അവർക്ക് ആശ്വാസം വേണം. അപ്പോൾ ഈ സഭ അവരെ ആശ്വസിപ്പിക്കണം, സഭ അവരോട് പ്രവചിക്കണം, സഭ അവർക്ക് ഹീലിംഗ് കൊടുക്കണം, സഭ അവർക്ക് രോഗശാന്തി കൊടുക്കണം, സഭ അവരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കണം. ഇതൊക്കെ സഭ ചെയ്യണം. ഇതെല്ലാം സഭ ലോകത്തിലോട്ട് ചെയ്യുന്നതാ. ഇതുകൊണ്ട് ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇതുകൊണ്ട് ജനത്തിന് ആശ്വാസം കിട്ടുകയാ. എന്നാൽ ഇനി സഭ ഈ ജനത്തെ സ്വർഗരാജ്യത്തിൽ കയറ്റുന്ന വേറൊരു ശുശ്രൂഷയുണ്ട്. ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ ശുശ്രൂഷ എന്ന് പറയുന്നത് ജനത്തെ ലോകത്തിൽ ആശ്വസിപ്പിക്കുക. നിന്നെ ദൈവം നിനക്ക് ആശ്വാസം തരും, നിനക്ക് ബലം തരും, നിന്നെ വാലല്ല തലയാക്കും. ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷകൾ ഉണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ലോകത്തിലും അനുഗ്രഹിച്ചിരിക്കുന്നു, സ്വർഗരാജ്യത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കണം, വ്യക്തമായി കണ്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ ദൈവം നമ്മൾക്ക് ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നാൽ ഇത് കഴിഞ്ഞ് സഭയിലുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള ശുശ്രൂഷയുണ്ട്. അതിന്ന് സഭ മറന്നുപോയിരിക്കുന്നു. ഇതാണ് മത്തായിയുടെ സുവിശേഷം 11:28 ശേഷം 29 പറയുന്നത്. 29 പറയുന്ന കാര്യം,
യേശു പറയാ, നിങ്ങൾ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിന്റെ ദേഹിക്ക്, നിന്റെ സോളിന് ആശ്വാസം ഉണ്ടാകും. അതിന്റെ അർത്ഥം നീ ദൈവരാജ്യം അവകാശമാക്കും. ഇത് സഭയിലെ ജനത്തെ ദൈവരാജ്യം അവകാശമാക്കുവാൻ ഓരോ ദൈവദാസന്മാരും ദൈവദാസിമാരും പഠിപ്പിക്കേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അവരെ ഏൽപ്പിച്ച ജനത്തിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഇത് ഇന്ന് കാണുന്നത് കുറവാണ്. ഇന്ന് ക്രോസിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും കുറവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ജനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഈ ജനം തങ്ങളായിരിക്കുന്നത് പോലെ തുടർന്നുകൊണ്ട് അവർ സഭയിൽ കയറുകയും അവർ ലോകത്തിലെ ആശ്വാസവും ലോകത്തിലെ അനുഗ്രഹവും മാത്രം കണ്ടുകൊണ്ടും ജീവിച്ചുകൊണ്ട് അവരുടെ സ്വഭാവത്തിന് മാറ്റമില്ലാതെ അവർ ദൈവം നോക്കുമ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവരായി കാണുന്നു. അവർക്ക് മിനിസ്ട്രി ഉണ്ട്, പക്ഷെ അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നീ ഒരുപക്ഷെ ശിഷ്യനായിരിക്കാം, അത്ഭുതം ചെയ്യുന്നവനായിരിക്കാം, പക്ഷെ നിനക്കൊരു തിരിവ്, നീ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. പക്ഷേ പരിശുദ്ധന്മാർ നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. നീ എന്റെ സാക്ഷിയായി തീരും. നീ സ്വർഗരാജ്യം അവകാശമാക്കുന്നല്ല, നീ എന്റെ സാക്ഷിയായി തീരും. എവിടെ? ജെറുസലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തിന്റെ അറ്റത്തോളം നിന്നെ അറിയപ്പെടും. നീ ലോകപ്രസിദ്ധനായ ദൈവദാസനായി തീരും. പക്ഷേ അതുകൊണ്ട് നീ സ്വർഗരാജ്യം അവകാശമാക്കണമെന്നില്ല. സ്വർഗരാജ്യം അവകാശമാക്കണോ പ്രിയ പൈതലേ, നീ ഒരു ശിശുവിനെ പോലെ മനം തിരിഞ്ഞ് പൂർണ്ണമായും ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് സ്വഭാവം മാറിയ ഒരു വ്യക്തിയായിട്ട്. പ്രിയരെ, ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിച്ചെന്ന്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനം, ലോകം കേൾക്കാത്തത് നിങ്ങളിന്ന് കേട്ടു. വളരെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് പ്രിയരെ. സംസാരിച്ച ശുശ്രൂഷകരായ ഞങ്ങളും നിങ്ങളും ഒരുപോലെയാണ് ദൈവസന്നിധിയിൽ. ഞങ്ങൾക്കും ഒരു മാറ്റം ആവശ്യമാണ്. കേട്ട നിങ്ങൾക്കും ഒരു മാറ്റം ആവശ്യമാണ്. പ്രിയരെ, മാറ്റം വരുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. സ്വർഗത്തിലെ ദൈവത്തിലെ വലിയ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.